ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് പുതിയ 2 അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ വിൽപ്പനയ്ക്കായിട്ട്. പ്രസവിച്ചിട്ട് 2 ദിവസമായിട്ടുള്ള പശുവാണ്. ഇത് 2ാമത്തെ പ്രസവമാണ്. ഈ പ്രസവത്തിൽ അവൾക്ക് ഉണ്ടായിരിക്കുന്നത് മൂരിൻകുട്ടനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മോനാണ് ഉണ്ടായിരിക്കുന്നത്. HF തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കിതാ പശുവിനെ നോക്കാമല്ലേ. പശു നല്ല ചെറിയ കൊമ്പോട് കൂടിയിട്ട് ഒരു പാവം പിടിച്ച പശുവാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, ഒരു ശല്യമില്ലാത്ത നല്ലൊരു പശുവാണേ. നമ്മുടെ വീട്ടിലേക്ക് ഇവളെത്തിയിട്ട് ഇന്നലെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുള്ളത്. കാമ്പായാലും നല്ല നീളത്തോട് കൂടിയിട്ടുള്ള കാമ്പായതുകൊണ്ട് തന്നെ കറക്കാനായാലും നല്ല സുഖമാണ് കേട്ടോ. ഓവർ വലിപ്പമൊന്നുമില്ലാത്ത ഒരു സാധാരണ പോലത്തെ ഒരു പശുവാണേ. കാണാനായാലും നല്ല ഭംഗിയുള്ള ഒരു മോളാണ്. വലിയ കുഴപ്പങ്ങളോ അലമ്പുകളോ ഒന്നുമില്ല കേട്ടോ. വെള്ളം കുടിക്കാനായാലും പുല്ല് തിന്നാനായാലും യാതൊരുവിധ ശല്യവും ഇല്ല. എല്ലാ തീറ്റും തിന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് അവൾ വെള്ളം കുടിക്കാനായിട്ട് മടിയൊന്നും കാണിച്ചില്ല. ചില പശുക്കൾ തീറ്റ മാറുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വന്ന് നമ്മുടെ വീട്ടിലത്തെ തീറ്റയൊക്കെ അവൾക്ക് കൊടുത്തു. അവൾ വെള്ളമൊക്കെ കുടിച്ചു. നമ്മൾ ഓവറായിട്ട് തീറ്റ കൊടുത്തു തുടങ്ങിയിട്ടില്ല. പ്രസവിച്ചിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ ഇവൾക്ക് 9 ലിറ്റർ പാലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രസവത്തിൽ 10 ലിറ്റർ പാൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പ്രസവിച്ചിട്ട് ഇപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 4 കാമ്പും ഒക്കെയാണ് കേട്ടോ. യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ആർക്ക് വേണമെങ്കിലും കറക്കാട്ടോ. ഞാനും ഇപ്പോൾ ഇന്നലെ വന്നിട്ട് ഇന്നാണ് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഞാൻ അങ്ങനെ കറക്കാറില്ല. കാരണം എനിക്ക് കറക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കറക്കാത്ത ഒരാളാണ് കേട്ടോ. പക്ഷെ ഞാൻ തൊട്ട് നോക്കിയപ്പോഴും അവൾ യാതൊരുവിധ കുഴപ്പങ്ങളും കാണിച്ചിട്ടില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 4 കാമ്പും ഞാൻ പിഴിഞ്ഞ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴത്തെ പശുക്കൾ പ്രസവിക്കുമ്പോൾ കാമ്പുകൾ കുറവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 കാമ്പ് പിഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോള് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു മോളാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോള് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. തൃശ്ശൂർ കോടതിക്ക് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 നേരം വന്ന് കറവ് കണ്ടിട്ട്, ഇപ്പോൾ പാലായിട്ടില്ല, പാലാവുമ്പോൾ വിറ്റിട്ടില്ലെങ്കിൽ 2 നേരം കറവ് കാണാനുള്ള സൗകര്യവും നമ്മുടെ വീട്ടിലുണ്ട്. നിങ്ങൾക്ക് വന്ന് കണ്ടിട്ട് മേടിക്കാനുള്ള സൗകര്യവും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്നായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കോൺടാക്റ്റ് നമ്പറും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പറയണം, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാഞ്ഞത് എന്നും കൂടി ഒന്ന് പറയണേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാവേ. അപ്പോൾ നമുക്ക് നേരെ പശുക്കളെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ കേട്ടോ നിങ്ങൾ. പിന്നെ നമുക്ക് ഒരു പുതിയൊരു എരുമ മാത്രമേ ഉള്ളൂ കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എല്ലാവരും പിന്നെ കുറച്ചുള്ളത് പഴയതാണ്. പിന്നെ ഈ ഒരു HF പശുവിനെ വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കറന്നൊക്കെ നോക്കിയിട്ട്, അരക്കറവ് പശുവാണേ, ചെനയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറന്ന് നോക്കിയിട്ട് ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം കേട്ടോ. പാലായിട്ട് വീഡിയോ ഇടുന്നതല്ലേ നല്ലത്. പിന്നെ നമ്മുടെ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.